ഈ കസ്റ്റഡിയിലിരുന്ന് എങ്ങനെ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഭരിക്കുന്നു എന്ന് അന്വേഷിക്കാൻ ഇ.ഡി. അത് എല്ലാവർക്കും സ്വാഭാവികമായിട്ടുള്ളൊരു സംശയമാണ് അല്ലേ. അരവിന്ദ് കെജ്രിവാൾ എങ്ങനെ ഇ.ഡി. കസ്റ്റഡിയിലിരുന്ന് മന്ത്രി അതിഷിക്ക് ഭരിക്കാൻ നിർദ്ദേശം നൽകി എന്നതാണ് അന്വേഷിക്കുന്നത്. മന്ത്രി അതിഷിയെ ഇ.ഡി. ചോദ്യം ചെയ്തേക്കും. വിവരങ്ങളുമായി അനൂപ് ദാസ് ചേരുന്നു. അനൂപ് ദാസ്, തുടക്കം മുതൽ എല്ലാവരുടെയും ഒരു സംശയമാണ് ഇത്. ഇപ്പൊ ഇന്ന് ഹോളി ആയതുകൊണ്ട് അനൂപ് ദാസിന് ആദ്യം തന്നെ ഞാനൊരു ഹോളി ആശംസ നേരുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. ഈ കസ്റ്റഡിയിൽ ഇരുന്നു കൊണ്ട് എങ്ങനെയാണ് ഈ നിർദ്ദേശങ്ങളൊക്കെ നൽകാൻ കഴിയുക? അല്ലെങ്കിൽ ഇത് നേരത്തെ തന്നെ ഈ അറസ്റ്റ് മുന്നിൽ കണ്ട് തയ്യാറാക്കി വച്ചിരുന്നിട്ടുണ്ടാവുമോ ഈ നിർദ്ദേശങ്ങളൊക്കെ? ഹാപ്പി ഹോളി അവിടേക്കും. പിന്നെ എങ്ങനെ ഡൽഹിക്കാരെ ജയിലിലിരുന്ന് അല്ലെങ്കിൽ ഇ.ഡി. കസ്റ്റഡിയിലിരുന്ന് കെജ്രിവാൾ ഭരിക്കുമെന്നൊരു ചോദ്യം എല്ലാവർക്കും ഇടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇ.ഡിയുടെ കസ്റ്റഡിയിൽ ഇരുന്നിട്ടാണ് ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം സർക്കാരിലെ ജലവിഭവ വകുപ്പ് മന്ത്രി കൂടിയായ അതിഷിക്ക് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയത്. ആ നിർദ്ദേശം ഒരുപാട് സീവേജ് പ്രശ്നങ്ങൾ ഡൽഹിയിലുണ്ട്, അത് പരിഹരിക്കണം. ഒപ്പം തന്നെ കുടിവെള്ളക്ഷാമം നേരിടുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ ടാങ്കറുകൾ എത്തിക്കണം എന്നീ രണ്ട് നിർദ്ദേശമാണ്. ഈ നിർദ്ദേശം കെജ്രിവാൾ നൽകിയത് ഒരു ടൈപ്പ് ചെയ്ത ഒരു പേപ്പറിൽ ടൈപ്പ് ചെയ്ത് അതിന് താഴെ ഒപ്പിട്ട നിലയിലാണ് ഈ നിർദ്ദേശം ആം ആദ്മി പാർട്ടി പുറത്തുവിട്ടത്. എന്നാൽ എങ്ങനെയാണ് ഈ പേപ്പർ കസ്റ്റഡിയിൽ നിന്ന് പുറത്തു പോയത് എന്നതാണ് ഇ.ഡി. അന്വേഷിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. കെജ്രിവാളിന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം കെജ്രിവാളിന് ഇ.ഡി. കസ്റ്റഡിയിൽ എത്തി കണ്ടിരുന്നു. അവരുടെ കയ്യിൽ കുറച്ച് കടലാസുകൾ ഉണ്ടായിരുന്നു. അതുവഴിയാണോ പോയത് എന്നതാണ് അന്വേഷിക്കുന്ന ഒന്നാമത്തെ കാര്യം. ഇ.ഡി. തന്നെ വ്യക്തമാക്കുന്ന ഒന്ന്, കെജ്രിവാളിന്റെ മുറിയിൽ, കെജ്രിവാൾ ഇപ്പോൾ നിൽക്കുന്ന ഇ.ഡി. കസ്റ്റഡിയിൽ നിൽക്കുന്ന മുറിയിൽ കമ്പ്യൂട്ടറോ മറ്റ് പേപ്പറുകളോ സ്റ്റേഷനറി സാധനങ്ങളോ ഒന്നുമില്ല. പിന്നെ എങ്ങനെ ഒരു നിർദ്ദേശം നൽകാൻ കെജ്രിവാളിന് കഴിയുമെന്നതാണ്. ഇത് ആം ആദ്മി പാർട്ടിയുടെ സ്ക്രിപ്റ്റ് ആണ് എന്ന് ബി.ജെ.പി. പറയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം അന്വേഷിക്കാൻ ഇ.ഡി. തീരുമാനിച്ചിട്ടുണ്ട്. മന്ത്രി അതിഷിയെ ഒരുപക്ഷെ ചോദ്യം ചെയ്തേക്കും.